ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറെ വ്യത്യസ്തമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം, അതായത് ഒരു 90, 85, 90 കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അന്നത്തേക്ക് കാലം എന്ന് പറഞ്ഞാൽ വളരെ രസകരവും അതുപോലെ വളരെ കൗതുകവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നത്തെ കാലം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ചില അനുഭവങ്ങളും ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഏറെ വ്യത്യസ്തമാകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നൊരു മെഷീൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കാലത്ത് തരംഗമായിരുന്ന ഒരു മെഷീൻ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയാൻ നമ്മുടെ നാട്ടിൽ ഏറെ കൗതുകത്തോടു കൂടി കണ്ടു നിൽക്കുകയും അതുപോലെ അത് കാണുവാൻ, ആ കൗതുകം കാണുവാൻ വേണ്ടി ഏറെ ആകാംക്ഷയും ചെലുത്തിയ ഒരു സംഭവമാണ് ഒന്ന് ആന. നമ്മുടെയൊക്കെ നാട്ടുകളിൽ കൂടെ ആ കാലഘട്ടം 90 കാലഘട്ടങ്ങളിലൊക്കെ ആന എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ഓടിപ്പോയി ഈ ആന നിൽക്കുന്നതും ആന പോകുന്നതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് സമയം നമുക്ക് കാണത്തില്ല. പിന്നെ ചില സമയത്തൊക്കെ ഈ ആനേനെ കൊണ്ട് തളയ്ക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ കുട്ടികളും വലിയവരൊക്കെ പോയി ഇങ്ങനെ നിൽക്കി ഇതിൻ്റെ പരിപാടിയൊക്കെ കണ്ട് ഇദ്ദേഹത്തോടെ വെള്ളം ചീറ്റുന്നതും അതുപോലെ എന്തുവാ അതിന് പറഞ്ഞ പട്ട തിന്നുന്നതൊക്കെ കണ്ട് നമ്മൾ രസകരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ഏറെ കൗതുകത്തോട് നോക്കിയിരുന്നതാണ് ആന. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. നമുക്കെല്ലാം അറിയാം JCB. ഇപ്പോൾ ഈ മുതിർന്നവരൊക്കെ എപ്പോഴും പറയും JCB എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ JCB എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കം മാത്രമേ ഉള്ളായിരുന്നു. 90 കാലഘട്ടങ്ങളിലൊക്കെ JCB ഇല്ല നിലവിൽ. നമ്മുടെ കേരളത്തിൽ അത്ര ഇത് വന്നിട്ടില്ല. അപ്പോൾ ഈ എന്തെങ്കിലും എവിടെ നിന്നൊക്കെ ഒരു വിഷയം റോഡ് വെട്ടാനോ അന്ന് റോഡ് ബില്ല് പഞ്ചായത്ത് റോഡും PW വർക്കൊക്കെ വേണ്ടിയാണ് JCB വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ JCB കാണുവാൻ, JCB എവിടെയെങ്കിലും പണിയാൻ വന്നാൽ നമ്മൾ കിലോമീറ്ററുകൾ ഓടി അല്ലെങ്കിൽ നടന്നു പോയി ഇതിൻ്റെ പരിപാടി കാണുവാൻ അല്ലെങ്കിൽ JCBയുടെ വർക്ക് കാണുവാൻ നമ്മൾ പോയി നിന്നൊരു കാലഘട്ടമുണ്ട്. അത് മുതിർന്നവർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ, ഞാനൊക്കെ സ്കൂളിൽ പോലും പോകാതെ നിന്ന് ഈ JCBയുടെ വർക്ക്, ഒരു റോഡ് വെട്ടിയതൊക്കെ കണ്ടതൊക്കെ എൻ്റെ അനുഭവത്തിലേക്ക് ഇങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ JCB ഓപ്പറേറ്റർ ആയത് കേട്ടോ. ഞാനൊരു JCB ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം JCB ആണ് കൂടുതൽ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം എൻ്റെ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ കുറച്ച് അകലേക്കൂടെ ഒരു JCB പോകുന്നത്. ആ JCBയുടെ പുറകെ ഞാൻ പിടിച്ചിട്ട് യൂണിഫോം ഒന്നും ഇല്ല കേട്ടോ, ഷർട്ടൊക്കെ മാറി വിട്ടുപോയിട്ട് ഞാനും വേറൊരു ചേട്ടനും എന്നൊക്കെ ഒത്തിരി പ്രായത്തിന് മൂത്ത് ആ ചേട്ടനുമായിട്ട് കിലോമീറ്ററുകൾ JCBയുടെ പുറകെ പോയി ഇതിൻ്റെ പാട് നോക്കിയാണ് നമ്മൾ പോകുന്നത്. JCB എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ലോ. പോയി 10-15 കിലോമീറ്ററുകൾ അകലെ വരെ നടന്നു പോയി JCB റോഡ് വെട്ടുന്നതൊക്കെ ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടു നിന്നതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ ഓർത്തു വരികയാണ്. അപ്പോൾ ഈ JCB അന്നത്തെ കാലത്ത് കൗതുകത്തോടു കൂടിയായിരുന്നു എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ JCB എന്ന് പറഞ്ഞത് ഇത് ഒരു തരംഗമായി മാറി. ഇപ്പോൾ JCB കാണുമ്പോൾ തന്നെ ആളുകൾക്ക് വിരക്തി തോന്നുകയാണ്. അതിൻ്റെ ശബ്ദവും അതുപോലെ അതിൻ്റെ പോക്കും കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ കിടക്കുന്ന പോലെ ഓരോ സിറ്റികളിലും JCB കിടക്കുന്ന കാണാം. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, JCB കൗതുകത്തോടു കൂടി നോക്കി നിന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ കുഞ്ഞിലത്തെ കാലം ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അതൊന്നും അല്ല, മാറിപ്പോയി. അപ്പോൾ ഇന്ന് ആ JCBയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. JCB എന്ന് പറഞ്ഞൊരു മെഷീൻ, ഇതിന് യഥാർത്ഥ പേര് ബാക്ക് ലോഡർ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് ഈ JCB ഇപ്പം എല്ലാവരും മനസ്സിൽ ഇപ്പോൾ ഒത്തിരി അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം ഈ ബാക്കിലോട് ഒരുപാട് കമ്പനികളുടെ വന്നിട്ടുണ്ട്. വെള്ള കളറിലും മഞ്ഞ കളറിലും അതുപോലെ പല ചുമല കളറിലും പല കളറുകളിൽ ഇപ്പോൾ JCB വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം JCB എന്ന് പറയാൻ പറ്റും. JCB എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് നിർമ്മിച്ച് ആളുടെ പേരിൽ ആദ്യമായി ഈ മണ്ണുമാന്തി യന്ത്രം നിർമ്മിച്ച, ഇത്രത്തോളം മനോഹരമാക്കി നിർമ്മിച്ച, ഒരു ആനയുടെ രീതിയിലാക്കി കൊടുത്ത, വിപണിയിൽ ഇറക്കിയ ഒരു കമ്പനിയുടെ പേരാണ് JCB. യഥാർത്ഥത്തിൽ ഈ മെഷീൻ്റെ പേര് ബാക്ക് ലോഡർ എന്നാണ്. അപ്പം ഇപ്പോൾ ഏത് കളറിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു മെഷീൻ കണ്ടാലും നമ്മൾ JCB എന്നാണ് പറയുന്നത്. പക്ഷേ JCB എന്ന് പറഞ്ഞ ഈ മഞ്ഞക്കളറിലുള്ള നമ്മളെന്നും സുപരിചിതമായി കാണുന്ന ആ കമ്പനിയുടെ പേര് കൊടുത്തിരിക്കുന്നതാണ് JCB എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആഴമായിട്ടൊന്ന് പോകുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. അപ്പോൾ അതേ രീതിയിൽ ഇപ്പോൾ വരുന്ന വണ്ടികൾക്കെല്ലാം വെള്ള കളറിൽ വരുന്നുണ്ട്, ചുമല കളറിൽ വരുന്നുണ്ട്, പച്ച കളറിൽ വരുന്നുണ്ട്. ഇതൊക്കെ JCB ആണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത്. പക്ഷേ സത്യത്തിൽ അതിന് ബോബ് ക്യാറ്റ് എന്നും ഷിൻറായ് എന്നും ക്യാറ്റ് എന്നും ഒക്കെ അങ്ങനെ പല കമ്പനികളുടെ വണ്ടികളാണ് ഇറങ്ങുന്നത്. ഇതെല്ലാം ഒറ്റ പേര് ബാക്ക് ലോഡർ എന്നാണ്. പക്ഷേ നമ്മൾ പറയുന്നത് JCB എന്നാണ്. അപ്പോൾ മുതിർന്നവർ, പ്രായമായ അമ്മച്ചിമാർ പറയാറുണ്ട് JCB എന്നൊക്കെ പറയാറുണ്ട് രസകരമായി. അപ്പം ഈ JCB എന്നത് ഒരു കമ്പനിയാണ്.
ഈ ഇറത്തുമാല, ഈ മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ ഈ ബാക്ക്ഹോളോടെ നിർമ്മിച്ച ആ വ്യക്തിയുടെ പേരാണ് JCB എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം, ഈ ഷോർട്ട് ഫോമാണ്. അപ്പം എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ ഈ JCBയും അപ്പം അതുപോലെ മറ്റ് മെഷീനും ഒരുപാട് മെഷീനിൽ ഇപ്പോൾ ഇറക്കുന്നത് 2 മെഷീനുകളുടെ വ്യത്യാസമാണ് ഞാനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എനിക്കിപ്പോൾ JCB ഉണ്ട്, ഇപ്പോൾ ബോബ് ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു ബാക്ക്ഹോളോഡറും ഉണ്ട്. ശരി, ഇതിനെല്ലാവരും ഈ രണ്ട് വണ്ടി അടുപ്പിച്ച് കിടന്നാലും JCBകൾ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് 2 കമ്പനിയാണ്, ഒന്ന് ബോബ് ക്യാറ്റും ഒന്ന് JCB. അപ്പം JCBയും ബോബ് ക്യാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പം ആളുകൾക്കൊക്കെ ഏകദേശം JCB എന്താണ്, ബോബ് ക്യാറ്റ് എന്താണ്, ഷിൻട്രായ് എന്താണെന്നൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 മെഷീനും, ഇപ്പോൾ ഈ മെഷീനെക്കുറിച്ച് ആഴമായിട്ട് അറിയാവുന്നവർക്കായിട്ട് ഞാൻ പറയട്ടെ, ഇത് 2 കമ്പനികളുടെ വണ്ടിയും 2 പവറും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സും ഇതിനുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിന് ഇപ്പോൾ എല്ലാവരും കൂടുതലും JCB ആണ് വിപണിയിൽ ഉള്ളത്. JCB ആണോ ഏറ്റവും നല്ലത്, ബോബ് ക്യാറ്റ് ആണോ നല്ലത് എന്ന് ഒരു സംശയം നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും പറയും JCB ആണ് നല്ലതെന്ന് പറയാറുണ്ട്. എന്നാൽ അത് ശരി കേട്ടോ. JCBക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, അതുപോലെ ദോഷങ്ങളൊന്നും വലിയത് ഇല്ല കേട്ടോ. JCB എന്ന ഈ മെഷീന് വലിയ ദോഷങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ JCB ആണ് ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ബോബ് ക്യാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബോബ് ക്യാറ്റും JCBയും തമ്മിൽ ഉള്ള വ്യത്യാസമെന്ന് പറയുന്നത്, JCB ഇച്ചിരി പവർഫുള്ളാണ്. മാത്രമല്ല ഇതിന് അല്ലെങ്കിൽ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ മേടിച്ച വണ്ടി 10 വർഷം കഴിഞ്ഞിട്ട് ഇത് വിൽക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ ആ പൈസ നഷ്ടമാകാത്ത വിധത്തിൽ നമുക്ക് അത് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ ഇത് വിപണിയിൽ വീണ്ടും സെക്കൻഡ് ഹാൻഡായിട്ട് വിറ്റുപോകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ JCB കമ്പനിയുടെ വണ്ടിയാണ്, ഈ ബാക്ക്ഹോളോഡറാണ്. നേരെ മറിച്ച് മറ്റ് ബോബ് ക്യാറ്റും അതുപോലെ ഷിൻട്രായും ക്യാറ്റും അതുപോലെ ഒരുപാട് കമ്പനികളുടെ വണ്ടിയുണ്ട്. അതൊക്കെ രണ്ടാമത് ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്കിന്ന് മറിച്ച് വിൽക്കണമെന്ന് വെച്ചാൽ അത് വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ പാർട്സിൻ്റെയും അതുപോലെ എൻജിൻ പവറിൻ്റെയും ഒക്കെ ഒരു വ്യത്യാസമാണ്. അപ്പം ഈ ബോബ് ക്യാറ്റ് മുതൽ ഇങ്ങനെ ബാക്കി വരുന്ന വാഹനങ്ങളെല്ലാം ഈ ഷിൻട്രായൊക്കെ സെക്കൻഡ് വിറ്റ് പോകുവാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണ്. എന്നാൽ JCB എപ്പോൾ നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നോ ആ ഉദ്ദേശിക്കുന്ന വില ലഭിക്കും എന്നുള്ളതും JCBയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ ബോബ് ക്യാറ്റ്, എൻ്റെ കൂട്ടുകാരൻ്റെ ബോബ് ക്യാറ്റുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പണിയുമ്പോൾ ഇതിന് വ്യത്യാസം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒന്ന്, ബോബ് ക്യാറ്റ് JCBയെക്കാളും ഡ്രൈവിങ്ങിൽ അല്പം കൂളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ബോബ് ക്യാറ്റ്, ഈ വെള്ള വാഹനം. അപ്പോൾ ബോബ് ക്യാറ്റിനെ കണ്ടത് വെള്ളയാട്ടോ. അപ്പോൾ ഈ വെള്ള വാഹനം അല്ലെങ്കിൽ ഈ ബോബ് ക്യാറ്റ് ഓടിക്കുവാൻ ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖകരമാകുന്ന ഒരു ക്യാബിനാണ് ഉള്ളത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. JCBയിൽ നിന്ന് വ്യത്യാസമാണോ. അപ്പം എന്തായാലും നമ്മൾ റണ്ണിങ്, അതായത് റോഡെ ഓടിക്കുമ്പോൾ JCBയെക്കാളും വേഗത്തിൽ ബോബ് ക്യാറ്റ് ഓടിച്ചു പോകുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ച് അവന് ഏറ്റവും സുഖകരമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ വേഗത്തിൽ സൈറ്റിൽ ചെല്ലാൻ പറ്റും, വേഗത്തിൽ ജോലി കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെല്ലാൻ കഴിയും. അങ്ങനെ JCBയെക്കാളും അല്പം കൂടെ റണ്ണിങ്ങിൽ സ്പീഡുള്ള ഒരു വാഹനമാണ് ബോബ് ക്യാറ്റ്. മറ്റൊന്ന്, ഇതിന് ചാട്ടം, അല്ലെങ്കിൽ JCB എപ്പോഴും ചാടിച്ചാടിയാണല്ലോ പോകുന്നത്. അപ്പം ഈ വാഹനം ചാടിച്ചാടിയാണല്ലോ പോകുന്നത്. അപ്പോൾ JCBയെക്കാളും ചാട്ടം കുറവാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ കുറവാണ് എന്നുള്ളതും ഈ ബോബ് ക്യാറ്റും JCBയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ബോബ് ക്യാറ്റിന് അല്പം ചാട്ടം കുറവുണ്ട്, വേഗത കൂടുതലുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ ക്യാബിൻ, ബോബ് ക്യാറ്റിൻ്റെ ക്യാബിനുള്ളിൽ ഒരു കൂളിംഗ് ഉണ്ട്, അതായത് ഒരു തണുപ്പുണ്ട്. JCBയെ സംബന്ധിച്ചിടത്തോളം JCBയുടെ ക്യാബിൻ ഒരു 3-4 മണിക്കൂർ വാഹനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അകം ചൂടാകാൻ തുടങ്ങും, ഹീറ്റാവും. അപ്പം ഓപ്പറേറ്ററെ സംബന്ധിച്ച് AC ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വേർത്ത് കുളിച്ച് പൊടിയൊക്കെ അടിച്ചിരിക്കേണ്ട അവസ്ഥ വരും. എന്നാൽ ബോബ് ക്യാറ്റിനെ സംബന്ധിച്ചോളം ബോബ് ക്യാറ്റിന് ക്യാബിനുള്ളിൽ തണുപ്പുണ്ടായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് അല്പം ചൂട് കുറവുള്ള ഒരു ക്യാബിനാണ് ബോബ് ക്യാറ്റിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. എന്നാൽ ബോബ് ക്യാറ്റിൻ്റെ ക്യാബിന് വേറൊരു പ്രത്യേകത, ഒരു മൈനസ് എന്ന് പറയുവാൻ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. JCBയുടെ ക്യാബിനുള്ളിൽ അല്പം വിസ്താരമുണ്ട്. അതെങ്കിൽ ഒരു ഓപ്പറേറ്റർ കൂടാതെ ഒരു 3-4 പേർക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാം JCBയുടെ ക്യാബിനകത്ത്. മറിച്ച് ബോബ് ക്യാറ്റിൻ്റെ അകത്ത് ഓപ്പറേറ്ററും അല്ലെങ്കിൽ ഒരു ഹെൽപ്പറേയും മാത്രമേ ഇരുത്തുവാൻ പറ്റത്തുള്ളൂ. ക്യാബിൻ്റെ അകത്ത് ഇടയില്ല എന്നുള്ളത് ഒരു ബോബ് ക്യാറ്റിൻ്റെ ന്യൂനതയായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ.
അപ്പോൾ ബോബ് ക്യാറ്റിന് സ്പീഡുണ്ട്, ചാട്ടക്കുറവുണ്ട്, അതിൻ്റെ ക്യാബിനകം തണുപ്പുണ്ട്, എന്നാൽ പോലും അതിൻ്റെ അകത്ത് ഇടയില്ലാത്തത് ബോബ് ക്യാറ്റിൻ്റെ ഒരു ന്യൂനതയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ JCBയെ സംബന്ധിച്ച് JCBയും ബോബ് ക്യാറ്റും തമ്മിൽ വ്യത്യാസം വേറൊന്ന്, പുറത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ JCBയെക്കാളും ഒരു 2 അടിയോളം നീളം കൂടുതലുണ്ട് ഇതിൻ്റെ കൈകൾക്ക് എന്നുള്ളതാണ് ബോബ് ക്യാറ്റിനെ സംബന്ധിച്ച് വേറൊരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബോബ് ക്യാറ്റിന് JCBയെക്കാളും 2 അടിയോളം നീളം കൂടുതലുണ്ട് ഈ എസ്കിവേറ്ററിന്, അല്ലെങ്കിൽ ബൂം, സ്റ്റിക്ക്, ബക്കറ്റ് ഇങ്ങനെ പറയുന്ന ഈ ഭാഗത്തിന്. അപ്പം ഇതിൻ്റെ എസ്കിവേറ്ററിന് JCBയെക്കാളും നീളം കൂടുതലുണ്ട് എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയാണ്. അപ്പം JCB നിന്ന് പണിയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കുഴിയിൽ നിന്ന് മണ്ണ് വാരുകയാണെങ്കിൽ അവിടെ അല്പം റിസ്കോട് കൂടി എടുക്കുന്ന ആ സ്ഥലത്ത് ബോബ് ക്യാറ്റ് വന്ന് നിന്നാൽ അത് ഈസി ആയിട്ട് ആ കുഴിയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റുവാൻ ബോബ് ക്യാറ്റിന് കഴിയും എന്നുള്ളതും ഒരു പ്രത്യേകത. അപ്പം ഇതിൻ്റെ എസ്കിവേറ്ററിന് അല്പം നീളം JCBയേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളൊരു ഗുണമുണ്ട്. മറ്റൊന്ന്, ഈ JCBയെക്കാളും ബക്കറ്റിന് വലിപ്പമുണ്ട് ബോബ് ക്യാറ്റിന് അല്ലെങ്കിൽ വിസ്താരം കൂടുതലുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം ബോബ് ക്യാറ്റിൻ്റെ ഗുണവും ദോഷങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. JCBയെക്കാളും JCBയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒന്ന് എസ്കിവേറ്ററിന് നീളക്കൂടുതലുണ്ട്, പിന്നെ ഒന്ന് ബക്കറ്റിന് വിസ്താരം അല്പം കൂടുതലാണ് എന്നുള്ളതുമുണ്ട്. പിന്നെ ബോബ് ക്യാറ്റിൻ്റെ ന്യൂനത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JCBയുടെ സ്റ്റെബിലൈസർ, അതായത് നമ്മുടെ കാലുകൾ കുത്തി നിൽക്കുമല്ലോ, അതിനാണ് സ്റ്റെബിലൈസർ എന്ന്. ഈ സ്റ്റെബിലൈസറിന് JCBയെക്കാളും ഹൈറ്റ് കുറവാണ് എന്നത് വലിയൊരു ന്യൂനതയാണ്. കാരണം നമ്മൾ JCB കൊണ്ട് നിർത്തിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ വാഹനം വർക്ക് ചെയ്യും, JCBയുടെ സ്റ്റെബിലൈസർ താത്ത് കഴിയുമ്പോൾ JCB അല്പം ഉയരത്തിൽ നിൽക്കും. എന്നാൽ ബോബ് ക്യാറ്റിന് അത്രത്തോളം ഉയരത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ന്യൂനതയാണ്. കാരണം സ്റ്റെബിലൈസറിന് നീളക്കുറവാണ്. അപ്പം നീളം കുറവായതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസർ ഫുള്ള് വെച്ചാലും ചെറിയൊരു അല്പം ആ സ്റ്റെബിലൈസർ താന്നു പോയി കഴിഞ്ഞാൽ ഈ ബോബ് ക്യാറ്റിൻ്റെ ടയർ നിലത്ത് മുട്ടുകയും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ അല്പം അവിടെ മണ്ണ് വലിക്കുന്ന സമയത്ത് വാഹനം നീങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു ന്യൂനത ബോബ് ക്യാറ്റിന് JCBയേക്കാൾ വ്യത്യാസമായ ഒരു ന്യൂനതയുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ 2 വാഹനങ്ങൾ ഞാൻ ഓടിക്കുന്നതുകൊണ്ട് പറയുന്നതാണോ. അപ്പം ബോബ് ക്യാറ്റിൻ്റെ സ്റ്റെബിലൈസർ വലിപ്പക്കുറവായത് വലിയൊരു ന്യൂനതയാണ്. കാരണം റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് വാഹനം വർക്ക് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസറെ കുത്തി നിന്ന് ടയർ നിലത്ത് മുട്ടാതെ ടച്ച് ചെയ്യാത്ത വിധത്തിൽ നിന്ന് പണിയാൻ സാധിക്കാത്ത ഒരു മെഷീനാണ് ബോബ് ക്യാറ്റ്. അപ്പോൾ അതിന് ഒരു വലിയൊരു ന്യൂനത തന്നെ കേട്ടോ ബോബ് ക്യാറ്റിനെ സംബന്ധിച്ചോളം. JCBയിൽ നിന്ന് വ്യത്യാസം അതാണ് ഏറ്റവും വ്യത്യാസം. പിന്നെ ഒന്ന്, ഈ ബോബ് ക്യാറ്റിന് ഈ സ്റ്റിക്കിനും ബൂമിനും അല്ലെങ്കിൽ എസ്കിവേറ്ററിന് നീളക്കൂടുതലായതുകൊണ്ട് തന്നെ കയറ്റം കയറുമ്പോൾ JCB പോകുന്ന ആ വഴിയിൽ ബോബ് ക്യാറ്റ് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ന്യൂനതയാണ്. കാരണം ഫ്രണ്ട് പൊങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ബാക്ക് സൈഡിന്, അതായത് ബക്കറ്റിന് അല്ലെങ്കിൽ എക്സ്കവേറ്ററിന് നീളക്കൂടുതലായതുകൊണ്ട് ഇതിന് പുറകു സൈഡിൽ വെയിറ്റ് കൂടുകയും ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാതെയും വരുമ്പോൾ കയറ്റം കയറി പോകുമ്പോൾ ഈ ബോബ് ക്യാറ്റിൻ്റെ ഫ്രണ്ട് പൊങ്ങുന്നു എന്നുള്ളത് അതും ഒരു വലിയൊരു ന്യൂനതയായിട്ട്, ഒരു കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആ സമയത്ത് JCB ഈസി ആയിട്ട് പോകുന്ന കയറ്റം ബോബ് ക്യാറ്റ് വളരെ റിസ്ക് ആയിട്ട് ഫ്രണ്ട് പൊങ്ങാത്ത വിധത്തിൽ ഫ്രണ്ട് ബക്കറ്റിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ച് മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതും ഈ ബോബ് ക്യാറ്റിന് ഒരു ന്യൂനതയായിട്ട്, ഒരു കുറവായിട്ട് ഞാൻ കാണുന്നു. അപ്പം JCB അതിൽ നിന്നും ഒരു പ്രത്യേക മൈലേജ് ഉണ്ട് JCBക്ക് കേട്ടോ. JCBയുടെ അതുപോലെ റാമിനും അതുപോലെ സ്റ്റിക്കിനും അതുപോലെ ഫ്രണ്ട് ബക്കറ്റിനൊക്കെ വെയിറ്റ് കൂടുതലുമുണ്ട്. അതുപോലെ ക്വാളിറ്റിയുള്ള തകിടുകൾ അല്ലെങ്കിൽ ഇരുമ്പുകളാണ് JCBയുടെ ഇരുമ്പുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബോബ് ക്യാറ്റിൻ്റെ ഇരുമ്പുകൾ അല്ലെങ്കിൽ എക്സ്കവേറ്ററും റാമും സ്റ്റിക്കൊക്കെ കട്ടി കുറഞ്ഞ ഇരുമ്പുകളായതുകൊണ്ട് തന്നെ വലിയ ഭാരമുള്ള കല്ലുകൾ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല വാഹനത്തിൻ്റെയും സ്റ്റിക്കും റാമും പൊട്ടിപ്പോകുന്നത്, സ്റ്റിക്കും അതുപോലെ ബൂമും പൊട്ടിപ്പോകുന്ന അനുഭവമുണ്ട്. അപ്പം JCBയുടെ ക്വാളിറ്റി, ഇരുമ്പിന് ക്വാളിറ്റി ഈ ബോബ് ക്യാറ്റിന് ഇല്ല എന്നുള്ളതും ഒരു വലിയ ന്യൂനതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
JCBയേക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നത് ഈ ബോബ് ക്യാറ്റിൻ്റെ ബാറ്ററി ഒരു പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് JCBയുടെ ബാറ്ററി കണക്ഷൻ പിടിക്കണമെങ്കിൽ നമ്മൾ ക്യാബിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഫ്രണ്ടിലത്തെ ഗ്രില്ല് തുറന്ന് ബാറ്ററി നമുക്ക് കണക്ഷൻ പിടിക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ ബോബ് ക്യാറ്റിന് അങ്ങനെയല്ല. ഈ ക്യാബിനകത്ത് നിന്ന് ഇറങ്ങുന്നത് ആ ഹൈഡ്രോൾ ടാങ്കിന് അല്ലെങ്കിൽ ഇട സൈഡിൽ ഹൈഡ്രോൾ ടാങ്കിനോട് ചേർന്ന് അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ബാറ്ററി വെക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവർ ബോബ് ക്യാറ്റിൻ്റെ ബാറ്ററി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് താക്കോൽ വെച്ച് ഈ ബാറ്ററി ബോക്സ് തുറക്കുകയും കണക്ഷൻ പിടിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാറ്ററി ഒരു സൈഡിൽ ടാങ്കിനോട് ചേർന്നാണ് ഉള്ളത് എന്നൊരു ഗുണമുണ്ട്. പക്ഷെ അത് ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ബാറ്ററി JCB ഇരിക്കുന്നത് പോലെ ഫ്രണ്ടിലായിരുന്നുവെങ്കിൽ ഫ്രണ്ടിന് അല്പം കൂടെയൊക്കെ വെയിറ്റ് കൂടിയാനും എന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ചില വ്യത്യാസമുണ്ട്. എന്നാൽ എൻജിൻ പവർ എന്ന് പറഞ്ഞാൽ JCBയുടെ 76 HP ആണ്. എന്നാൽ ബോബ് ക്യാറ്റിൻ്റെ ആയിക്കോട്ടെ 74 HP പവറേ ഉള്ളൂ, ഹോഴ്സ് പവറേ ഉള്ളൂ. അപ്പോൾ ചെറിയ വ്യത്യാസമോ ഉള്ളൂവെങ്കിലും ഈ JCBയും ബോബ് ക്യാറ്റും ഒരു സൈറ്റിൽ നിന്ന് പണിതാൽ, ഒരു സൈറ്റിൽ നിന്ന് പണിത് കഴിഞ്ഞാൽ പണിയുടെ വേഗത ബോബ് ക്യാറ്റിനായിരിക്കുമെന്ന് നമ്മൾ തോന്നും. കാരണം ഇതിൻ്റെ വലിപ്പവും അതിൻ്റെ തലയെടുപ്പും. അപ്പോൾ JCBക്ക് അല്പം തലയെടുപ്പുണ്ട്. ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ബോബ് ക്യാറ്റിന് അല്പം തലയെടുപ്പുണ്ട്. അപ്പം വേഗത്തിൽ പണി തീർക്കുന്നത് ബോബ് ക്യാറ്റാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും JCB തന്നെയായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഒരു സൈറ്റ് വർക്കിന് ഉത്തമം JCB തന്നെയായിരിക്കും. കാരണം ഭാരമുള്ള ഒരു കല്ല് പൊക്കുമ്പോൾ എസ്കിബേഡ് നീളമുണ്ടെങ്കിൽ പോലും ബോബ് ക്യാറ്റ് ഒന്ന് മൂളി പതിയെ ചെയ്യുള്ളൂ. നേരെ മറിച്ച് റണ്ണിങ്ങും അഥവാ ഈ ഫ്രണ്ട് ബക്കറ്റ് വെച്ച് നിരത്തുകയൊക്കെ ചെയ്യുമ്പോൾ ബോബ് ക്യാറ്റ് മിടുക്കനാണെങ്കിലും ഈ എസ്കിവേറ്ററിന് പണിയുമ്പോൾ അല്പം സ്ലോ ആണ്, വണ്ടി മടുപ്പ് കാണിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ JCB ആയിക്കോട്ടെ അവൻ എപ്പോഴും ചെയ്യുന്ന പണി അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ കാലത്തൊക്കെ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പം പണ്ട് കാലത്തൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ കേബിളിന് കുഴിയെടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികളായിരുന്നു. ഇപ്പോഴാണ് മെഷീനൊക്കെ. അപ്പോൾ ഈ തൊഴിലാളികൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെയാണ് അവർ പണി പോകുന്നത്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ കാണുന്ന സ്ഥലം അവർ പതിയെ ഒരു ചെറിയ കുഴിയെടുക്കുന്നത് കാണാം. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പണിയെടുക്കുന്ന ആദ്യം പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്ററെങ്കിലും അപ്പുറം വരെ ഇവരെ പണി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ പണി സ്ലോ ആണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും പതിയെയാണ് പണിയെന്ന് എന്ന് തോന്നുമെങ്കിലും അവർ പണിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സ്പീഡിൽ അവർ മടുപ്പ് തോന്നാത്ത വിധത്തിൽ പണിതുകൊണ്ട് പോകുന്നത് നമുക്കാണ്. എന്ന് പറഞ്ഞ പോലെയാണ് JCBയും ബോബ് ക്യാറ്റും പണിയുമ്പോൾ നമ്മൾ JCB പതിയെയാണ് പണിയുന്നതെന്ന് തോന്നുമെങ്കിലും ആ പണിക്ക് ഒരു വേഗതയുണ്ടെന്നും ആ പണിക്ക് ഒരു പവറുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബോബ് ക്യാറ്റും JCBയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഒരുപാട് പറയാറുണ്ട്. രണ്ട് വണ്ടികൾ നമുക്കുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി വ്യത്യാസങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ചില വ്യത്യാസങ്ങൾ മാത്രമേ JCBയും ബോബ് ക്യാറ്റും തമ്മിലുള്ളൂ. എന്തായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾ ഇതുപോലുള്ള ബാക്കുകളോട് മേടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം JCB മേടിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം ഇത് നമുക്കൊരു കാലത്ത് ഒരു 10 വർഷം കഴിഞ്ഞ് വിൽക്കേണ്ടി വന്നാലും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുമെന്നുള്ളതും, അതുപോലെ കംപ്ലൈൻറ്റുകൾ കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇരുമ്പുകൾക്ക് കട്ടി കുറവ് ബോബ് ക്യാറ്റിനുണ്ട്, JCBക്ക് അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇരുമ്പുകൾക്ക് കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി വാഹനം എന്ന് പറയുന്നത് JCB തന്നെയാണ്. എന്നാൽ ക്വാളിറ്റി കുറവാണെങ്കിലും സൗന്ദര്യത്തിൽ മിന്നി നിൽക്കുന്ന ബോബ് ക്യാറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് പറഞ്ഞ പോലെ ആ കാഴ്ചപ്പാടനുസരിച്ച് JCB എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ബോബ് ക്യാറ്റ് എടുത്താൽ തെറ്റുമില്ല എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എങ്കിൽ മലയോര മേഖലകളിൽ JCB ആയിരിക്കും ഏറ്റവും ഉത്തമം എന്ന് മാത്രം ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.